ഫഹദ് ഫാസിലിന്റെ ഈ ഒരു അവസ്ഥയിലാക്കിയ പ്രൊമോഷൻ ഇല്ലെങ്കിൽ ഓക്കെയാണ്. എന്നിട്ട് ആൾ ഓടിയാണ് പ്രൊമോട്ട് ചെയ്തു. ആവേശം, ഞാൻ അയാൾ കോളേജിൽ പോകുന്ന ഡാൻസ് കളിക്കുന്നതായി കണ്ടു. അപ്പൊ ആ പ്രൊമോഷൻ ഇല്ലാന്ന് പറയുന്നത് പ്രൊമോഷൻ ഈ പടത്തിനാണ് ആൾ ഇത്രയും ചെയ്തത്. ഒന്നും ആലോചിച്ചോ, മഹേഷിന്റെ പ്രതികാരത്തിനൊക്കെ അയാൾ ടി വി ഷോയിൽ പോവുകയും അല്ലെങ്കിൽ ഒരുപാട് പ്രൊമോഷനുകൾ നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ചെയ്തിരുന്നു. അത് അയാളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമുണ്ട്. പല ആളുകളും പല സിനിമകളെ കുറിച്ചിട്ട് സംസാരിക്കാൻ പോയിട്ട് ഞാൻ ആട്ടത്തിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത് അത് ഇത്ര പ്രൊമോട്ട് ചെയ്യാൻ വന്നേക്കുന്നത് ഈ പടമാണ്, ആട്ടം അവിടെ നിൽക്കട്ടെ എന്ന് പറയും. ലുക്കും വേറൊരു ആക്ടറിന്റെ പേര് പറഞ്ഞു, ഇവര് രണ്ടുപേരാണ്. ഞാൻ വെച്ചപ്പോ ഭയങ്കര തെണ്ടിത്തരം ചോദിച്ചു. ആ ആക്ടർ നല്ല ആക്ടറാണ്, പക്ഷെ ആക്ടറിന് ഒരു പരിമിതി ഉണ്ട്. 365 ദിവസം പുള്ളിക്ക് പടമുണ്ട്. അങ്ങനത്തെ ഒരു ആക്ടർ അതിലേക്ക് പോകണ്ട. ഈശയുടെ അളവ് ഇത്ര. അപ്പൊ ഞാൻ കൈ പിടിച്ച് പുള്ളി ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. മലയാളത്തിലെ ഒരു 90% ബ്രില്യൻ ഫിലിം മേക്കേഴ്സിലൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അവരാരെയും ഒരു ഫോൺ ചെയ്തിട്ടില്ല. ലിജോ ചേട്ടൻ ഇന്ന് വരെ ഫോൺ ചെയ്തിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഫഹദ് സംസാരിക്കണ്ട സിനിമയെ കുറിച്ച്. സംസാരിക്കണ്ട, ഫഹദ് ഡൈനിങ് ടേബിളിൽ സിനിമയെ കുറിച്ച് സംസാരിക്കണ്ട. ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ ഒരുമിച്ചുള്ള സീൻസ് ഓടുകുതിര, ചാടുകുതിര, അൽത്താഫിന്റെ സിനിമ. നിങ്ങൾ ആ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടില്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ബോറടിച്ച ഒരു വഴിയായി പോകും. അങ്ങനെ മജീഷ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ മോഹസിൻ ബരാരിയും സുഹൈൽ ഗോയം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ബോബീഷ്. അപ്പൊ ഈ വർഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ തെലുങ്ക് ഇൻഡസ്ട്രി പോയിട്ട് നമ്മുടെ ഒരു സിനിമ 1 ഹിറ്റ് ആവുന്നു, അവിടെ നിന്ന് കോടികൾ നമ്മൾ കൊണ്ടുവരുന്നു. തമിഴ്നാട്ടിൽ നമ്മുടെ ഒരു സിനിമ റെവല്യൂഷൻ ആവുന്നു, അവിടെ നിന്ന് കോടികൾ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രി വലുതാകുകയാണ്. 100 കോടി കിട്ടിയ കുഴപ്പമുണ്ടോ? എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ആ സ്കെയിൽ അങ്ങനെ ആളുകളെ തിയേറ്ററിൽ അപ്പീൽ ചെയ്യിക്കാൻ വേണ്ടി, അവരെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി, അവരെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി തന്നെ ഇറക്കുന്ന ഒരു സിനിമ തന്നെയാണ് പെരുമാനി. വമ്പൻ ഹിറ്റ് ആവട്ടെ. ഹായ്, വിനയ് ഫോർട്ടാണ് മീഡിയ വണ്ണൊപ്പം. സ്വാഗതം. ഇപ്പോൾ ആട്ടം, ഫാമിലി, ആ 2 ഗംഭീര പടങ്ങളും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട 2 സിനിമകൾക്ക് ശേഷമാണ് ഇപ്പോൾ പെരുമാനിയിൽ എത്തുന്നത്. പെരുമാനി അതിന് മുൻപ് തന്നെ ചർച്ചയായിരുന്നു. പെരുമാനിയുടെ ഒരു ലുക്ക് വെച്ചിട്ട് ഫസ്റ്റ് ടൈം ചർച്ചയായിരുന്നു. ഇപ്പോൾ ട്രെയിലറിൽ വന്നിട്ടുള്ള അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ടൊക്കെ ഒരു ഇതിൽ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആട്ടം ഒരു എക്സ്പെരിമെൻ്റൽ ഒരു മൂഡിലുള്ള സിനിമയാണ്, ഫാമിലി ഒരു എക്സ്പെരിമെൻ്റൽ അപ്പോൾ രണ്ടും ആ ഒരു മൂഡിലുള്ള സിനിമകളാണ്. പെരുമാനിയും നമ്മൾ അതൊരു പുതുമ, അതിൻ്റെ ഒരു കാരിക്കേച്ചർ സ്വഭാവത്തിലൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ വിനയ് ഫോർട്ട് ഒരു കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഉള്ളൊരു സംഭവമാണ്. അത് വളരെ ബോധപൂർവം അങ്ങനത്തെ സിനിമകൾ തന്നെ നോക്കുക എന്നുള്ളതാണോ അതോ സംഭവിച്ചതാണോ? ഇതിങ്ങനെ എല്ലാം സംഭവിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് എനിക്കൊരു ചോയ്സിലല്ല, എനിക്ക് ഓക്കെ ഞാൻ ഈ ജോണർ സിനിമ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കാം. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യുന്നതാണ്. ഇത് ഈ 3 സിനിമകളുടെ പ്രത്യേകത 3 ഗംഭീര എഴുത്തുകാരുടെ സിനിമയാണ്. ഇപ്പൊ ഈ അടുത്ത് സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള 4 റൈറ്റേഴ്സിലൂടെ ഞാൻ വർക്ക് ചെയ്തു. ഇപ്പൊ ആട്ടം പോലെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ആനന്ദ്, ഫാമിലി ഡോണും ഷെറിനും കൂടെ എഴുതിയാണ്. മജുവിന്റെ പെരുമാനി, രാജേഷും സനുവും കൂടെ എഴുതിയ തമാശ സംശയം എന്ന സിനിമ. ഇത് 4 ലൈക്ക് മൈൻഡ് ബ്ലോയിങ് റൈറ്റേഴ്സിന് മൈൻഡ് ബ്ലോയിങ് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതാണ്. ഇതിൽ മറ്റേ ഫാമിലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഇപ്പോൾ ഡോൺ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറുള്ള ഒരാളാണ്. ഫാമിലി പൂർണ്ണമായിട്ട് സിനിമ എടുക്കുന്നതിന് മുമ്പേ അറിയുന്നത് ഇതൊരു ആബ്സല്യൂട്ട്ലി ഡോൺ പാലത്തറ സിനിമയായിരിക്കും. ഇത് ആർട്ട് ഹൗസ് സിനിമയാണ്, അത് ഫെസ്റ്റിവലിന് വേണ്ടി എടുക്കപ്പെട്ട സിനിമയാണ്. ആട്ടം നമുക്ക് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്ക്രാച്ച് മുതലുണ്ടായിരുന്ന ആളായതുകൊണ്ട് ഇതിന് ഒരു എൻഗേജിങ് സിനിമയായിരിക്കും. ഇതൊരു കൺവെൻഷണൽ സിനിമയാവില്ല, പക്ഷേ ഇത് 100% ആളുകളെ എൻഗേജ് ചെയ്യുന്ന സിനിമയായിരിക്കും. ഇതിന് ത്രില്ലർ സ്വഭാവം ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഈ കൺവെൻഷണൽ കമേഴ്ഷ്യൽ സിനിമയുടെ ഈ നോംസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആളുകളെ അവരുടെ പേഷ്യൻസിനെ ടെസ്റ്റ് ചെയ്യില്ല, ആളുകൾ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടൊന്ന് കാണണം. അങ്ങനെ തന്നെ എടുത്ത സിനിമയാണ്. അപ്പോൾ ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ പറയുന്നത് മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ പീരീഡ് എന്ന് പറയുമ്പോൾ അതിന്റെ തുടക്കമായ ഒരു സിനിമ ആട്ടമാണെന്നാണ് പറയുമ്പോൾ ആട്ടത്തെ പറ്റിയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഈ 2024 ആട്ടത്തെ പ്ലേസ് ചെയ്യുന്നത് എല്ലാ ജോണർ സിനിമകളും തിയേറ്ററുകളിൽ എത്തുന്നു, എല്ലാ ജോണർ കാണാൻ ആളുകൾ എത്തുന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് ആട്ടത്തിന് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഫെസ്റ്റിവൽസിൽ പൊതുവെ വളരെ പെർഫോം ചെയ്യുന്ന സിനിമകള്
തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന നമ്മൾ കാണുന്നതാണ് അതിനെങ്ങനെയാണ് ആളുകൾ എടുക്കുന്നത്. പക്ഷെ ആട്ട അതിനെ ഭയങ്കര ബ്രേക്ക് ചെയ്ത ഒരു പടമാണ്. സത്യം. അതിന്റെ റീസൺ അതൊരു ഈ പറയുന്ന പോലെ അതിന്റെ ഒരു ബോധപൂർവമായിട്ടുള്ളൊരു അതിന്റെ റൈറ്റിംഗ് മുതൽ അല്ലെങ്കിൽ നമ്മൾ ആക്ടേഴ്സിനെ വർക്ക് ചെയ്യിക്കുമ്പോൾ മുതൽ പ്രിസൈസ് ആയിരുന്നു. അതായത് ഈ ആക്ടേഴ്സിനെ എനർജിയിൽ വർക്ക് ചെയ്തു. ഞാനും ഫിലിം മേക്കറും കൂടെ, ഞാനും ആനന്ദും കൂടെ വർക്ക് ചെയ്തു. ആട്ടം ഉണ്ടായത് അറിയാലോ, നമ്മുടെ ചേട്ടന്മാരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായ സിനിമയാണ്. വേറെ ഇതിനു മുൻപ് നമ്മള് ആട്ടമൊന്നും ഇറങ്ങിയിട്ടില്ല, ആട്ടത്തിന് കാത്തിരിക്കുന്ന സമയമാണ്. അപ്പൊ അന്നും ആ ഒരു ഇന്റർവ്യൂല് നമ്മൾ മറ്റൊരു പടത്തെ സംസാരിക്കാനാണ് മെയിൻ ആയിട്ട് വന്നതെങ്കിലും വിനയ് കൂടുതലും ഫോക്കസ് ചെയ്ത് സംസാരിച്ചത് അന്ന് ആട്ടത്തെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് പടത്തിനെ പറ്റി നടൻ ഇത്രയ്ക്കാന്ന് പറയുന്നത്. സിനിമ വന്നപ്പോ ഭയങ്കര മനസ്സിലായി എന്തുകൊണ്ടാണ് പറഞ്ഞത്. പല ആളുകളും പല സിനിമകളെ കുറിച്ചിട്ട് സംസാരിക്കാൻ പോയിട്ട് ഞാൻ ആട്ടത്തിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത് അത് താൻ പ്രൊമോട്ട് ചെയ്യാൻ വന്നേക്കുന്നത് ഈ പടമാണ്, ആട്ടോടെ നിൽക്കട്ടെ എന്ന് പറയും. പെരുമാനിലേക്ക് വരുമ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. പെരുമാനി തുടക്കം മുതലേ മജുവിന് ഒരു ക്ലാരിറ്റി ഉണ്ടായത് തിയേറ്ററിക്കൽ സിനിമയാണ്. ഇതൊരു കമേഴ്ഷ്യൽ കോമഡി എന്റർടൈനർ ആണ്. മജു ആസ് എ ഫിലിം മേക്കർ, മജു ഞാനും ഉള്ള സൗഹൃദം ഒരു 5 വർഷത്തോളമായി. മജു ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത് കഥ പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു കഥ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കഥയായിരുന്നു പെരുമാനി. ഒരു 6 വർഷം മുമ്പ് എന്നെ വിളിച്ചാണ്. എന്നിട്ട് ഇയാള് ഈ പറയുന്ന ഈ കഥാപാത്രത്തോട് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ തിരക്കൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. വീണ്ടും തമാശയ്ക്ക് ശേഷം സക്രിയ പറഞ്ഞിട്ട് ഞാനും മജുവും കൂടി ഇരുന്നിട്ട് വേറൊരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു. അത് മൈൻഡ് ബ്ലോയിങ് പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് ഞങ്ങളൊരു 3 വർഷത്തോളം കോവിഡിനൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തു. ഞങ്ങൾ റെഗുലർലി സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭയങ്കര സൗഹൃദമായി. വേറൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ വരികയും അതുമായി ബന്ധപ്പെട്ട ഒരു എലമെന്റ് ഈ പടത്തിലുള്ളതുകൊണ്ട് തൽക്കാലം ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നായി. പിന്നെ അതിനുശേഷം മജു അപ്പനിലേക്ക് പോയി. അപ്പൻ്റെ ഇനീഷ്യലിൽ ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇങ്ങനെ ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു കോവിഡിനെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ മജു അപ്പൻ ചെയ്തു. അപ്പൻ ചെയ്തതിന് ശേഷം പിന്നെ മജുവിന് ഫോൺ എടുക്കാൻ ഓരോ ആളുകൾക്കും ഒരു പരിമിതിയാണുള്ളത്. മജു ജന്മോണെങ്കിൽ ഫോൺ എടുക്കുന്നതിൽ മജുവിന് ഭയങ്കര പ്രശ്നം. ഫോൺ എടുക്കൂല, ഒരു റിഗ്രറ്റും ഇല്ല. ഫോൺ എടുക്കാത്തതിൽ കുഴപ്പം. എനിക്കിപ്പോ എന്നെ വിളിച്ചു, എന്നെ 2 തവണ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് അന്നനെ കാണുമ്പോൾ എനിക്ക് ഞാൻ സോറി കേട്ടോ, എനിക്കത് അത് എടുക്കാൻ പറ്റില്ല. ഇല്ല, പുള്ളി അത് അതിന്റെ ലൈസൻസ് എടുത്തിട്ടുണ്ട്, ആളുകളുടെ ഫോൺ എടുക്കണ്ടെന്നുള്ള ലൈസൻസ്. ഞാൻ വേറെ സൈക്കോണ്, ആളുകൾ ഫോൺ എടുത്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. കാര്യം അതുകൊണ്ട് ഞാനൊരു കാര്യത്തിനല്ലാണ്ട് ഒരാളെ വിളിക്കില്ല. അപ്പൊ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കാണ്ടിരിക്കുക അവരുടെ സാഹചര്യമായിരിക്കുക. പക്ഷെ ആ ഫോണിൽ തന്നെ നമ്പർ കിടക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാനും മജുവും കൂടെ കുറച്ച് ഇങ്ങനെ വഴക്കിട്ട് കുറെ ആളുകൾ ഞങ്ങൾ സംസാരിക്കുന്നത്. ഞാനൊരു ദിവസം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ വെറുതെ വിളിച്ചിട്ട് മജുവിനെ എന്താടോ എവിടെ ഉണ്ടോ വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തു. എന്തോ ഭാഗ്യത്തിന്. ഞാൻ നിയോഗം എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ഞാൻ ലൈഫിലെ കാര്യം ഇങ്ങനെ കുറച്ച് ഹെൽത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. മജുവിന് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സുഖമില്ലാണ്ടായൊക്കെ ഞാൻ അതിനു വേണ്ടി വിളിച്ചാണ്. പിന്നെ ഇതേപോലെ ഒരു പടം ചെയ്യുന്ന പരിപാടി ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു. ലുക്കും വേറൊരു ആക്ടറിന്റെ പേര് പറഞ്ഞു. ഇവര് 2 പേരാണ്. ഞാൻ മജു ഭയങ്കര തെണ്ടിത്തരയില്ല മജു എന്ന് ചോദിച്ചു. മജു പറഞ്ഞ് എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ 3-4 വർഷം നമ്മൾ റെഗുലർലി സംസാരിച്ചു സിനിമയെ കുറിച്ച്. ഞാൻ പറഞ്ഞ ലെജൻഡറി ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഒരു 90% ബ്രില്യൻ ഫിലിം മേക്കേഴ്സിനൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അവരാരെയും ഒരു ഫോൺ ചെയ്തിട്ടില്ല. ലിജോ ചേട്ടൻ ഇന്ന് വരെ ഫോൺ ചെയ്തിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ തന്നെ ഞാൻ റെഗുലർലി വിളിക്കുന്നു, താൻ എടുക്കുകയും ചെയ്യില്ല. എന്നിട്ട് അവസാനം പടം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ ഞാനില്ലാത്ത ഏത് പടത്തിലാണെന്ന് അറിയൂ. ഇയാൾ 6 വർഷം മുമ്പ് എന്നോട് കഥ പറയണമെന്ന് വിളിച്ച് പറഞ്ഞ ആ സ്ക്രിപ്റ്റിൽ ആ ക്യാരക്ടറിൽ നിന്ന് ഞാനല്ല, ഇത്ര അടുത്ത സുഹൃത്തായിട്ട് ഞാൻ മജുവിനോട് പറഞ്ഞേ താനിപ്പോ നായകനാക്കിയിട്ട് അഭിനയിക്കില്ല. ഞാൻ പറഞ്ഞ നായകനാക്കല്ല മജു. ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനത്തെ ഒരു ആക്ടർ അല്ലല്ലോ. ഞാൻ ഇപ്പൊ 2 സിനിമ ചെയ്യുന്നുണ്ട്, 2ലും ഞാൻ നായകനല്ല. അത്യന്തികമായിട്ട് സിനിമയാണ്. സിനിമ എക്സൈറ്റ് ചെയ്യുക, ക്യാരക്ടർ എക്സൈറ്റ് ചെയ്യുക. അല്ല ഇതിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഞാൻ പിന്നെ ഒന്നും പറയാൻ നിൽക്കണമെന്ന് പറഞ്ഞു. അല്ല പിന്നെ മറ്റേ ആക്ടറിനെ കാസ്റ്റ് ചെയ്ത് പോയി. അപ്പൊ തന്നെ ഞാൻ മൈൻഡ് ഗെയിം കളിച്ചു തുടങ്ങി. ഞാൻ ആ ആക്ടർ നല്ല ആക്ടറാണ്. പക്ഷെ ആക്ടറിന് ഒരു പരിമിതിയുണ്ട്. പുള്ളി 365 ദിവസം ഷൂട്ട് ചെയ്യും. 365 ദിവസം പുള്ളിക്ക് പടമാണ്. അങ്ങനത്തെ ഒരു ആക്ടർ, അതിലേക്ക് പോകണ്ട. അപ്പൊ ഞാൻ മജുവിനോട് ഈ കാർഡ് എടുത്തിരുന്നു. മജു താൻ എൻ്റെ അടുത്ത സുഹൃത്താണ്,
താൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ തൻ്റെ പടം ഓടുക എന്ന് പറയുന്നതിന്റെ ആവശ്യമാക്കാണ് എനിക്കാണ്. താൻ എന്നെ ഈ റോളിൽ വെക്കുകയാണെങ്കിൽ ഞാൻ 100% ആത്മാർത്ഥമായിട്ട് ഈ പരിപാടി ഈ ക്യാരക്ടറിനെ സമീപിക്കും. ഞാൻ അത്ര ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടർ വർക്ക് ആവും. ആ ക്യാരക്ടർ വർക്ക് ആയി കഴിഞ്ഞാൽ തന്റെ സീൻ നന്നാവും. അങ്ങനെ കുറെ സീൻ നന്നാവുമ്പോഴാണ് ഒരു സിനിമ നന്നാകുന്നത്. ഇനി മജു ആലോചിക്കും വേണോ സൈക്കോളജി പിടിച്ചു മൈൻഡ് ഗെയിം കളിച്ച് ഒറ്റ കോളിലാണ് ആലോചിക്കുക, ഒരു കോളിലാണ് ആ ആക്ടറിനെ കാസ്റ്റ് ചെയ്ത് പൈസ അടക്കം പറഞ്ഞു വെച്ചേക്കാൻ ഈ പുള്ളി മറ്റേ ആക്ടർ ഇറക്കിയിട്ടുള്ള മാറ്റിയത്. അതിന് അത്രയ്ക്ക് തിരക്കാണ് അവര്, പ്രത്യേകിച്ച് ആ സമയത്ത്. ഞാൻ ഇനി മജു ആലോചിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല അടുത്തൊരു സുഹൃത്തിനെ എന്നോട് തനിക്ക് താല്പര്യമുണ്ടോ, ഞാൻ താല്പര്യമില്ലെങ്കിൽ 1/2 മണിക്കൂർ സംസാരിക്കും മജു എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞാൻ പ്രൊഡ്യൂസറിനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മജു ഫോൺ വെച്ച് ആ ഒരു കോളില് ഞാൻ എൻ്റെ റോൾ ഉറപ്പിച്ചു എന്നുള്ളതാണ്. അതായത് എന്നെ കാസ്റ്റ് ചെയ്യാത്ത ഒരു സിനിമയിലേക്ക് ഇടിച്ചു കയറിയതാണ് പെരുമാനി. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് മജു എന്ന് പറയുന്ന റൈറ്ററിനെ എനിക്ക് 3-4 വർഷമായിട്ട് അറിയാം. നന്നായിട്ടൊരു തിരക്കഥ എഴുതാൻ പറ്റുന്ന ആളുകൾ ഒന്നാമത് നമുക്ക് റൈറ്റേഴ്സ് വളരെ കുറവാണ്. മജു മൈൻഡ് ബ്ലോയിങ് റൈറ്ററാണ്. ഭയങ്കര ഡെപ്തും ഉണ്ടാവും, അതിന് ഭയങ്കര സിമ്പിളും ആയിരിക്കും. ഭയങ്കര ഡെപ്തും ഭയങ്കര സിംപ്ലിസിറ്റിയുള്ള തിരക്കഥകൾ ഭയങ്കര കുറവാണ്. മജു ഇങ്ങനെ ലോകം ക്രിയേറ്റ് ചെയ്യും. പെരുമാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെരുമാനി ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. ഒരു നായകന്റെ ഒരു നായികയുടെ ഒരു വില്ലന്റെ ഒന്നും കഥയല്ല. ഒരു ഗ്രാമത്തിൽ ഒരുപാട് മനുഷ്യരുടെ കഥ. മജു ഇപ്പൊ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യും. അവിടുത്തെ പ്രത്യേകതരം മനുഷ്യർ ഇപ്പൊ അപ്പനെ ആബ്സല്യൂട്ട്ലി ഡിഫറെന്റ് ആണ്. ഇത് ഭയങ്കര എന്റർടൈനിങ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒക്കെ ഒരു അതിലുണ്ടല്ലോ ഒരു ഗ്രാമം, അവിടുത്തെ കുറച്ച് കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു ആൾക്കാര്, അവരുടെ ഒരു റിതം, ആ ഒരു ഫീലേ തോന്നി. അപ്പൻ ചെയ്ത ആളുടെ അടുത്ത് നിന്നാണ് പെരുമാനി വരണെന്ന്, അങ്ങനത്തെ ഒരു മജു ഈ സിനിമ വർക്ക് ചെയ്യേണ്ടത് പല ഘടകങ്ങളാണ്. അതായത് ഇളയിൽ ഇനിയും കുറെ നല്ല സാധനങ്ങളുണ്ട്. നല്ല സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ അല്ലാത്ത നല്ല ആത്മാവുള്ള സിനിമകളുണ്ട്. അപ്പൊ ഇതില് ഞങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം, നമ്മുടെ രൂപം, അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ ഭക്ഷണം, ഒരു ഫുഡ് കൾച്ചർ എന്താണ്, ആ പെരുമാനിയുടെ മ്യൂസിക് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്ലെൻഡ് ഉണ്ട്. അത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആണ്. ആ സ്ക്രിപ്റ്റിൽ ഭയങ്കര നമ്മൾ നോവൽ വായിക്കുന്ന പോലെ ഇത് വായിച്ചു തരിക. അപ്പൊ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള തിരക്കഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പാട്ടുകളൊക്കെ ഇട്ട്, പാട്ടുകളൊക്കെ ഭയങ്കര രസമാണ്. എന്നോട് സിനിമ കാണാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല. കാര്യം എന്താണെന്ന് അറിയാം, പലപ്പോഴും സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ്. കാര്യം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വീട്ടുകാരൊക്കെ അമ്മ, ഭാര്യ, കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ ഇരുത്തി കാണിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഹോപ്പുള്ള ഒരു, പിന്നെ ഇത് ഭയങ്കര ഐഡിയൽ അറ്റ്മോസ്ഫിയർ ആണ് സിനിമയിൽ. ഇപ്പൊ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. ആളുകൾ ഇപ്പൊ ബ്രഹ്മയുഗം പോലെയുള്ള ഒരു സിനിമ അംഗീകരിക്കപ്പെട്ടു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. അതായത് ലൈക്ക് ഇപ്പം ഒരു ലെജൻഡ് ഉണ്ട്, അതിൽ ലെജൻഡറി ആക്ടർ ഉണ്ട്, പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഹൊറർ എന്നൊക്കെ പറയുന്ന ഒരു ജോണിലൊരു സിനിമ ഇത്രത്തോളം ആളുകളെ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ഗംഭീര എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ ഏതു തരം സിനിമകളായിക്കോട്ടെ, നല്ല സിനിമകളാണെങ്കിൽ ആളുകൾ തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് പറഞ്ഞല്ലോ, ലൈക് ഒരു ഫ്രണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ മലയാളത്തിൽ ഇപ്പം നിങ്ങൾ എന്ത് വേണേ ചെയ്തോ, ഏത് ടൈപ്പ് വേണമെങ്കിൽ പരീക്ഷിച്ചോ, കാരണം ആൾക്കാര് റെഡി ആയി നിൽക്കാണെന്ന് പറഞ്ഞു. അത് നോക്കിയിട്ട് അത് പെരുമാനിക്ക് എങ്ങനെയായിരുന്നു? അത് റെഡിയാണ്. അത് ഭയങ്കര അബ്സല്യൂട്ട് പരിപാടിയാണ്. അപ്പൊ അത് പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. പക്ഷെ അത് എൻഗേജിങ് ആയിരിക്കണം, അത് എന്റർടൈനിങ് ആയിരിക്കണം. ഈ പറയുന്ന പോലെ എല്ലാ സിനിമകളും ജയിക്കുന്നില്ല ഇല്ല. പക്ഷെ അതായത് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ജോണർ ട്രൈ ചെയ്യാം. പക്ഷെ അത് മറ്റേ അതിന്റെ പേസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളത്. ഇപ്പൊ കോമഡി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഹൊറർ ആയിക്കൊള്ളട്ടെ, അടി ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിലൊരു ഭയങ്കര എൻഗേജിങ് നേച്ചർ ഉണ്ടാവും. ഇപ്പം ഈ പെരുമാനിയുടെ ഈ ഒരു കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഒരു ഈ കാരിക്കേച്ചർ സ്വഭാവത്തിനും എല്ലാത്തിനും ഈ ഗെറ്റപ്പും കോസ്റ്റ്യൂമും ഒക്കെ ആയിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ കോൺവെർസേഷനിൽ എപ്പോഴെങ്കിലും വിനയ് ഫോർട്ടിന്റെ ലുക്ക് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് അന്നോ ഇന്നോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അത് ഞാൻ കൺഫേം ആയി കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിയോട് പറഞ്ഞു. എല്ലാം കഴിഞ്ഞു പുള്ളിയോട് പറഞ്ഞു ഇതുപോലെ രൂപത്തിന് പ്രത്യേകതയൊക്കെ ഉണ്ടാവട്ടെ. ആ ടൈമിൽ ഞാൻ ഡെസ്പറേറ്റ് ആയിരുന്നു ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുക, ഈ റോള് ചെയ്യാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുഴപ്പമൊന്നുമില്ല മജു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ പണി പാളി. ഇത്രയ്ക്ക് ഞാൻ നല്ല താടിയൊക്കെ വെച്ച് താടിയൊക്കെ വളർത്തി നല്ല വൃത്തിയായിട്ട് പോയി കഴിഞ്ഞപ്പോ പുള്ളി, പിന്നെ എന്നോട് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ പുള്ളി ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂ കുറച്ചും കൂടെ എൻഗേജിങ് ആയിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കവറൊക്കെ അടിച്ചിട്ട് നേരത്തെ ഫോൺ കോളിന്റെ ഒക്കെ ഒരു വേറെ വേർഷൻ കേൾക്കാൻ പറ്റും. ശരിക്കും മൈൻഡിൽ ഓടിയത്
ഈ മീശ ഉണ്ടല്ലോ, എന്നോട് കൊണ്ട് പറയാണ് ഈ മീശയുടെ അളവ് ഇത്ര. അപ്പൊ ഞാൻ കൈ പിടിച്ചിങ്ങനെ പുള്ളി ഇങ്ങനെ അടുപ്പിച്ചു കൊണ്ടുവരാണ്, ഇത് ഇത്ര മീശ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മഞ്ജു ഇത്ര മീശ എനിക്ക് മറ്റേ എന്റെ പടം ഇറങ്ങുന്നുണ്ട്, എനിക്ക് അതിന്റെ പ്രൊമോഷൻ പോകണം മഞ്ജു എന്നൊക്കെ പറഞ്ഞേ. മീശ പറഞ്ഞതിന് 2 കാരണമുണ്ട്. ഒന്ന് നാസർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, താൻ എനിക്കൊന്നും പറയാം, ഞാൻ ചോദിച്ചു വാങ്ങിയല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. അത് കൂടാണ്ട് താൻ ഇതിന്റെ ഇടയിൽ പോയിട്ട് വേറെ സിനിമയിൽ അഭിനയിക്കരുത്, വേറെ പരിപാടികൾക്ക് പോകണം, താൻ ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ട് ഈ മീശ വെച്ചിട്ട് ലോകത്ത് ഒരിടത്തും പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല. ഇങ്ങനത്തെ മീശ വെച്ചിട്ട് മുട്ട കോമഡി അല്ലേ. അപ്പൊ പുള്ളി പറഞ്ഞു അതുകൊണ്ട് അല്ലെങ്കിൽ താനൊക്കെ അതിന്റെ ഇടയിൽ പോയിട്ട് വേറെ സിനിമയിൽ അഭിനയിക്കും, അത് വേണ്ട, എന്റെ സിനിമ കഴിയുന്നവർ ഒരിടത്ത് പോകരുതെന്ന് പറഞ്ഞിട്ട് ആ മീശ അങ്ങനെ ആക്കിയിട്ട് എന്നെ അവിടെ ലോക്ക് ചെയ്തിട്ടു. എന്നോട് പറഞ്ഞ് പൈസയൊക്കെ കുറച്ച് സ്വാഭാവികമല്ലോ, കൂട്ടുകാരൊക്കെ ആണല്ലോ, പൈസ കുറക്കും, എന്നിട്ട് 15 ദിവസം വന്നാൽ മതി വിനയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്താ പറയാ, കാര്യം ചോദിച്ചു വാങ്ങിയില്ലേ, ഇനിയിപ്പോ അവരെന്ത് പറയാൻ കേൾക്കണം. അപ്പൊ പുള്ളി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ട് മറ്റേ 15 ദിവസത്തെ പരിപാടി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അറൗണ്ട് ഒരു 50 ദിവസം അവിടെ കിടത്തി. 50 ദിവസം ഞാൻ ഉണ്ടായിരുന്നു അവിടെ. പല കാരണങ്ങളുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കുറെ ആക്ടേഴ്സ് അല്ലേ. പിന്നെ ഇതൊന്നും ഒരു നടൻ എന്നുള്ള തരത്തിൽ ഇപ്പൊ പറയുന്ന സാമ്പത്തികം അല്ലെങ്കിൽ മറ്റ്, ഞാൻ സിനിമയിൽ അതിനൊന്നും വേണ്ടിയിട്ട് വന്ന ഒരാളൊന്നുമല്ല. ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രയോറിറ്റി എപ്പോഴും പറയുന്ന പോലെ പെർഫോമൻസും സിനിമയും നാടകവും അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞതാണല്ലോ. പക്ഷെ ഓരോ ദിവസവും ഹാപ്പിനെസ് ആയിരുന്നു, ഓരോ ദിവസവും. പിന്നെ നമുക്ക് ഒരിക്കലും ഒരാൾ ഓഫർ ചെയ്യാത്തൊരു സാധനമല്ലേ എപ്പോഴും ആക്ടേഴ്സിനെ എനിക്ക് ഭയങ്കര എക്സൈറ്റ് ചെയ്യിക്കുന്നത് നമ്മൾ ചലഞ്ച് ചെയ്യപ്പെടുമ്പോഴാണ്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ഞാൻ എങ്ങനെയായിരിക്കും ഈ ക്യാരക്ടർ ചെയ്യുന്നതെന്നുള്ളത്, ഇയാളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ. ചിലപ്പോൾ ഒരു ഷോട്ടൊക്കെ കൊടുത്തിട്ട് ആ ഷോട്ട് ഓക്കെ ആയിരിക്കും, ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിരിക്കും, പക്ഷെ ഞാനത് ഫ്രെയിമിൽ ഞാൻ ഒന്ന് ജനറലി നോക്കാറില്ല. മോണിറ്റർ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ന്യൂട്രൽ ആണ് ഞാൻ പറയും, രണ്ടാമത് എടുക്കാൻ പറയും. കുറച്ച് സ്പീഡിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്, ഒരു കാരിക്കേച്ചർ നേച്ചർ വരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഞാനൊരു ഫോട്ടോ നോക്കുമ്പോൾ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നോക്കും, വെറുതെ ഇങ്ങനെ ന്യൂട്രൽ ആയിട്ടുള്ള പടമാണ് ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരിക്കേച്ചർ പരിപാടി അയാൾ ഉണ്ടാകണം. അപ്പൊ അങ്ങനെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഭയങ്കര വർത്ത് ജേർണി ആയിരുന്നു. ഇപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളൊരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്തും നമ്മൾ ഈ ആക്ടർ എന്ന് പറയുമ്പോൾ പൊതുവെ ഈസ് ഈക്വൽ ടു സെലിബ്രിറ്റി ആയിട്ട് കാണുന്ന ഒരു സ്പേസ് ആണ്. പിന്നെ ഈവൻ ഇപ്പം ആക്ടേഴ്സിന് മാത്രമല്ല, ഇപ്പം ഏതൊരു വിഷ്വൽ മീഡിയയിൽ നിൽക്കുന്ന ഏതൊരു സ്പേസിലും നമ്മൾ സ്വയം ഒരു സെലിബ്രിറ്റി ആയിരിക്കേണ്ട ഒരു ആവശ്യകത എന്നുള്ളതുണ്ട്. ഇപ്പം നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരാൻ നമ്മളുടെ നമ്മളുടെ ആക്ടിങ് വാല്യൂവിൻ്റെ ഒപ്പം ആളുകൾക്ക് എത്ര അറിയാം, ആളുകൾ ഇപ്പം എത്ര സെലിബ്രിറ്റി പോപ്പുലാരിറ്റി ഒരു മാറ്റർ ആണല്ലോ. അപ്പം വിനയ് ഫോർട്ടിന്റെ ഏതെങ്കിലും ഒരു കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സർവൈവലിനെ ഈ ഒരു പോപ്പുലാരിറ്റിയും കൂടെ ഒരു മാറ്റർ ചെയ്യപ്പെടും എന്നുള്ളതിന്റെ ബേസിസിൽ അങ്ങനെയും കൂടെ ചിന്തിക്കേണ്ടി വരില്ലേ? ഞാൻ ചെയ്യാറുണ്ട്, എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്ന പോലെ ഈ ജീവിതമാണ് അടിസ്ഥാനപരമായിട്ട്. നമ്മളിപ്പോ ഇതൊക്കെ പറയും, ഇതൊക്കെ മനസ്സിൽ നിന്ന് പറയണം, പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ ഏജ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലായാണ് ആത്യന്തികമായിട്ട് ഈ ആളുകള് ഈ പറയുന്ന പോലെ ആളുകൾ മറ്റേ മരിച്ചു ജോലി എടുക്കുന്ന പറയുന്നത്, എന്നിട്ട് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അങ്ങനെ മരിക്കും. ആളുകൾ പഠിച്ച് ഭയങ്കര മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ജോലി എടുക്കുന്നത്? ജീവിക്കാൻ. എന്തിനാണ് എഡ്യൂക്കേഷൻ? ജീവിക്കാൻ. അപ്പൊ ലൈഫിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കണം. ഞാനൊക്കെ കുറെ നാൾ മുമ്പ് ഞാൻ അതിനെ കുറിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ആലോചനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ആത്യന്തികമായിട്ട് ജീവിതം തന്നെയാണ്. അപ്പൊ ആ ഒരു തിരിച്ചറിവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടറാണ്. അപ്പൊ എന്റെ കമേഴ്ഷ്യൽ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലത്തുള്ള സിനിമകൾ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് സിനിമ ചെയ്തിട്ട് ഓടും കുതിര ചാടും കുതിര അത് ചെയ്യുന്നു, അൽത്താഫിന്റെ സിനിമ. അപ്പൊ അതൊരു വലിയ ക്യാൻവാസിൽ ചെയ്യപ്പെടുന്ന സിനിമയാണ്, ഫഹദ് ലീഡായിട്ടുള്ള സിനിമ. ഞാനതിൽ മേജർ റോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയുടെ കഥാപാത്രത്തിന്റെ അപ്പുറത്തേക്ക് ആ സിനിമ നമുക്ക് നമ്മുടെ ഒരു പോപ്പുലാരിറ്റി ബാലൻസ് ചെയ്തോളണം. ആ സിനിമ ഒരു ഷുഗർ ബെറ്റ് പോലത്തെ ഒരു കമേഴ്ഷ്യൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള സിനിമയാണ്. അപ്പൊ അതിന് നമ്മളൊരു മേജർ റോൾ ചെയ്യുമ്പോൾ ഇപ്പൊ അന്ന പറഞ്ഞ പരിപാടി ആ ഒരു ഏരിയയിൽ ഞാൻ സേഫ് ആവും, എന്റെ പോപ്പുലാരിറ്റി ലെവലിൽ.
അപ്പൊ ആ പോപ്പുലാരിറ്റി ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി എനിക്ക് സൈഡിൽ ചെയ്യാം. ആ സിനിമയിലേക്കും അപ്പൊ കൂടുതൽ കാണികൾ എത്താനും കാണികൾ എത്തിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഓക്കെ ഇയാൾ അഭിനയിക്കുമെങ്കിൽ ഞാൻ ഇത്ര പൈസ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിനിമ നടക്കും. അപ്പൊ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രേവിങ്ങും ഓക്കെ ആവും, കമേഴ്ഷ്യൽ സീനിലെ പരിപാടികൾ മുന്നോട്ട് പോകും. ഇപ്പോൾ പെരുമാനികൾക്ക് വരാനും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട്. അപ്പം ഇതിനകത്തുള്ള ലിറിക്സ് ചെയ്തിട്ടുള്ളത് സുഹൈൽ കോയും പരാരിയും ഒരായിട്ടാണ്. അപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരുപാട് സിനിമകളിൽ ഏറ്റവും രസമുള്ള പുതിയൊരു ഫീല് തരുന്ന എന്നാൽ ഭയങ്കര സ്ലാങ്ങും അത്രയും മലയാളത്തിന്റെ ഏറ്റവും പ്രാദേശിക സ്വഭാവം വരുന്ന വരികൾ എഴുതുന്നവരാണ്. അപ്പം ഈ നമ്മൾക്ക് വിനയ് ഫോർട്ട് എത്രത്തോളം പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ പാട്ട് എങ്ങനെയാണ് വരികളാണെന്നൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷെ ഇപ്പം പെരുമാനിയിലെ പാട്ടുകൾ വെച്ച് നമുക്കൊരു അതിൻ്റെ ഒരു മ്യൂസിയത്തിനെ പറ്റി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ചർച്ച നടക്കുമായിരുന്നു, ഏത് മ്യൂസിക് ഡയറക്ടർ വേണം, അല്ലെങ്കിൽ പാട്ടുകളുടെ പേർപ്പസ് എന്താണ്, എങ്ങനത്തെ മ്യൂസിക് വേണം, എങ്ങനത്തെ റെഫറൻസ് വേണം, അങ്ങനെ മജു ആയതുകൊണ്ട് നമ്മൾ ചർച്ച നടക്കുമായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരാണെന്ന് അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പാട്ടുകൾ ഇനിയിപ്പം കേട്ട് കഴിഞ്ഞപ്പം ഉള്ളൊരു ഫീൽ എന്തായിരുന്നു? ലൈക്ക് സിനിമയിലെ ഏറ്റവും ഒരു സോൾഫുൾ ഒരു ഫാക്ടർ കൂടി ആയിരിക്കില്ല ഇതിലെ മ്യൂസിക്. സോൾഫുളിന്റെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാണ്. ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാകുമ്പോൾ ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അവർ ഗംഭീര മ്യൂസിക് ഒക്കെ ചെയ്യുമായിരിക്കും, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. മ്യൂസിക്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു സിനിമയില് സ്കോറുകളാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. കാര്യം ഈ അടുത്ത സിനിമകളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് മാജിക് ഉണ്ടാക്കിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ആ സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാട്ടില്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ബോറടിച്ച ഒരു വഴിയായി പോകും. അങ്ങനെ മജീഷ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ മോഹസിൻ ബരാരിയും സുഹൈൽ ഗോയും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഗോപി സുന്ദർ. ഈ പറഞ്ഞ ഞാൻ ഒരുപാട് ഇപ്പൊ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്നുള്ള സിനിമ, അല്ലെങ്കിൽ ഹലോ നമസ്തേ, ഇതൊക്കെ കമേഴ്ഷ്യലി വർക്കായ സിനിമയാണ്. ഇതൊക്കെ ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള പടങ്ങളാണ്. അതിലൊക്കെ ഇദ്ദേഹം മ്യൂസിക് ചെയ്യുമ്പോൾ കമേഴ്ഷ്യൽ മ്യൂസിക് പ്രോപ്പറായിട്ട് അറിയുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പെരുമാനിയിൽ പ്രത്യേകിച്ച് ഇതൊരു ഭയങ്കര മജുവിന്റെ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു പരിപാടിയാണല്ലോ, ഭയങ്കര ഡെപ്ത് ഉള്ള, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നടക്കുന്നുണ്ട്. വേറെ കളർ പാലറ്റ്, ഫ്രെയിമിങ്, പല കാര്യങ്ങളും നടക്കുമ്പോൾ ആത്യന്തികമായിട്ട് മ്യൂസിക് സിനിമയെ എൻഹാൻസ് ചെയ്യും. മ്യൂസിക് ഇത് ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതൊരു 100 കോടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. 100 കോടി കിട്ടിയ കുഴപ്പമുണ്ടോ? എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ആ സ്കെയിൽ അങ്ങനെ ആളുകളെ തിയേറ്ററിൽ അപ്പീൽ ചെയ്യിക്കാൻ വേണ്ടി, അവരെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി, അവരെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി തന്നെ ഇറക്കുന്ന സിനിമ തന്നെയാണ്. ഇത് വലിയ ക്യാൻവാസ് പടമാണ് ശരിക്കും. ഇതില് 70 ആക്ടേഴ്സ് ഉണ്ടോ ഡയലോഗ് പറയുന്നത്. നമ്മൾ രണ്ടാമത്തെ സിനിമ കാണുമ്പോൾ 70 ആക്ടേഴ്സ് ഉണ്ട്. ഇത് വലിയ സ്കെയിലിൽ തന്നെ എടുക്കപ്പെട്ട സിനിമയാണ്. ഇതിന്റെ ഒരു ഇവന്റെ മൾട്ടി ക്യാമാണ്, വലിയ ക്യാമാണ്, സിംഗ് സൗണ്ട് ആണ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് കുറച്ച് ബഡ്ജറ്റൊക്കെ ഉള്ള സിനിമ തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു കമേഴ്ഷ്യൽ സ്കെയിലിൽ സിനിമ ചെയ്യുമ്പോൾ ഈ പറയുന്ന മ്യൂസിക് ആളുകളെ എൻഗേജ് ചെയ്യണം. പാട്ടിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഞാൻ മജുനോട് പറയും, ഇപ്പോൾ ചിലപ്പോൾ ആ പാട്ട് ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഇവരുടെ ഡെഡ്ലി കോമ്പോളും മോഹസിനും സുഹൈലും ഗോപി സുന്ദറും കൂടിയിട്ട് സോമന്റെ കൃതാവിന്റെ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര വലിയ സ്റ്റാറിന്റെ പടമാണെങ്കിലും പ്രൊമോഷൻ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. ഈ അടുത്ത് ഫഹദ് ഫാസിൽ പറഞ്ഞായിരുന്നു അദ്ദേഹം അങ്ങനെ പ്രൊമോഷനിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ കുറച്ച് പ്രൊമോഷനാണ് ആവേശത്തിനാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് അതിനൊരു ഭയങ്കര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് വരുന്ന പല സിനിമകളും നമുക്കത് പ്രൊമോഷൻ, ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് പ്രൊമോഷൻ കൊടുക്കുന്നത്, ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇതിന് പെട്ടെന്ന് ഇന്റർവ്യൂസ് കൊടുത്തൊരു ബൂമുണ്ട്. പക്ഷെ ആവേശത്തിന് അതിനേക്കാൾ മുമ്പുള്ള ഹൈപ്പ് പടം ഇറങ്ങിയ ശേഷമാണ് അത് കുറേ കൂടെ മാറുന്നത്. ചില സിനിമകൾക്ക് പ്രൊമോഷൻ ഒരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട്, ചില സിനിമകൾ പ്രൊമോഷൻ ഇല്ലാതെയും ആളുകൾ വരുന്നുണ്ട്. വിനയ് ഫോർട്ട് എങ്ങനെയാണ് പ്രൊമോഷനെ കാണുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണോ, അതോ അതിനകത്ത് ഓൾറെഡി ചില ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ചില പ്രൊഡക്ഷൻ ഹൗസസ് ആണെങ്കിൽ, ചില ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഓൾറെഡി നമ്മളുടെ ഒരു ഈ കൈൻഡ് ഓഫ് പ്രൊമോഷൻ വർക്ക്സ് ഒന്നും ഇല്ലാതെ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തും? എങ്ങനെയാണ് ഒരു പ്രൊമോഷന്റെ ഒരു സ്പേസ് എവിടെയാണ്? ആത്യന്തികമായിട്ട് സിനിമ നന്നാകുക എന്നുള്ളതാണ്. ഫഹദ് ഫാസിലിന്റെ ഈ ഒരു അവസ്ഥയിലാക്കിയ പ്രൊമോഷൻ ഇല്ലെങ്കിൽ ഓക്കെയാണ്. എന്നിട്ട് ആൾ ഓടിയായിരുന്നു പ്രൊമോട്ട് ചെയ്തു. ആവേശം, ഞാൻ അയാൾ കോളേജിൽ പോകുന്ന ഡാൻസ് കളിക്കുന്നതായി കണ്ടു. അപ്പൊ ആ പ്രൊമോഷൻ ഇല്ലാന്ന് പറയുന്നത് പ്രൊമോഷൻ ഈ പടത്തിനാണ് ആൾ ഇത്രയും ചെയ്തത്. ഒന്ന് ആലോചിച്ചു മഹേഷിന്റെ പ്രതികാരത്തിനൊക്കെ അയാൾ TV ഷോയിൽ പോവുകയും അല്ലെങ്കിൽ ഒരുപാട് പ്രൊമോഷനുകൾ നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഫഹദായിട്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഫഹദ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കും, ഞാൻ പറയും ഫഹദും നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫഹദ് ഫാസിൽ ഇപ്പൊ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പാൻ ഇന്ത്യൻ ആക്ടറാണ്. അതിനപ്പുറത്തേക്ക് അയാൾ ഭയങ്കര ക്രെഡിബിലിറ്റി ഉണ്ട് അയാൾക്ക്. അപ്പൊ അയാൾക്ക് പ്രൊമോഷൻ അത്ര ഇല്ലെങ്കിൽ ഓക്കെയാണ്.
എന്നാലും അയാൾ ഓടി ഒന്ന് പ്രൊമോട്ട് ചെയ്തു. അയാൾ ഏതോ കോളേജിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്നവരെ ഞാൻ കണ്ടു. ആവശ്യത്തിന് ചെയ്തിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരം അയാൾ നന്നായി പ്രൊമോട്ട്, എനിക്ക് ആളെ പ്രൊമോട്ട് ചെയ്തൊക്കെ ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിൽ അയാളെ പ്രൊമോട്ട് ചെയ്തിരുന്നു. അത് അയാളെ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോ ഞാൻ പറയുന്നത് ഇതൊക്കെ ആള് ചെയ്യുന്നുണ്ട്. പിന്നെ മഹേഷിന്റെ പ്രതികാരത്തിൽ ഫഹദ് പ്രൊമോട്ട് ചെയ്ത പോലെ അയാൾക്ക് ഇപ്പൊ ഒരു പടം പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഫഹദിന്റെ പാൻ ഇന്ത്യൻ റീച്ച് ഉള്ള ഒരു ആക്ടർ എന്തായാലും കേരളത്തിലില്ല ആ ലെവലോ. അപ്പൊ അതുകൊണ്ട് അയാളെ സംബന്ധിച്ച് പിന്നെ അയാള് ഉള്ളൊരു സിനിമയുടെ ബിസിനസ് ഓൾറെഡി സേഫ് ആണ്. അയാളുള്ള സിനിമ നമ്മളൊക്കെ ചെയ്യുന്ന കുഞ്ഞു സിനിമകള് നല്ലതാണെന്ന് നമുക്ക് വിശ്വാസമുള്ള സിനിമകൾ ആളുകൾ അറിഞ്ഞാലേ തിയേറ്ററിൽ വരുന്നുള്ളൂ. ആളുകൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാലാണല്ലോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ഒരു തേർഡ് ഡേ വരെയുള്ള ബുക്കിംഗ് അല്ലെങ്കിൽ എന്താ പറയൂ, ഈ ആളുകളടുത്ത് മാറ്റോടും ഒരാഴ്ച നല്ല സിനിമകൾ വരുമല്ലോ ഇപ്പൊ. അപ്പൊ ആളുകളൊന്നും കണ്ട് വരാനുള്ള സാവകാശമൊന്നും ഇല്ല ഇപ്പോ. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആവേശത്തിനൊക്കെ റോഡ് മുഴുവൻ പോസ്റ്ററും ഫ്ലെക്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാട്ടുകളും എന്റെയൊക്കെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി ഗതികേടിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് എന്തെങ്കിലും ചെയ്തിട്ട് ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. കാര്യം ഞാൻ അത് പ്രൊമോഷനും ഇതിന്റെ ഭാഗം തന്നെയാണ് ശരിക്കും. അതായത് ഒരു ഇപ്പൊ നമ്മളൊരു സാധാരണക്കാരനെ എടുത്തു കഴിഞ്ഞാൽ ഒരു സാധാരണ ഇപ്പൊ എന്റെ അച്ഛനും ടെലിഗ്രാഫ് മാൻ ആയിരുന്നു. അപ്പൊ എന്റെ അച്ഛൻ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോന്നപ്പോ അച്ഛന് 10 ലക്ഷം രൂപയാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങൾ നോക്കി കാണുമ്പോൾ വി ആർ ഗെറ്റിംഗ് പ്രോപ്പർലി പെയ്ഡ്. അപ്പൊ അതുകൊണ്ട് സിനിമയോട് ഒരു പ്രൊഡ്യൂസറിന്റെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെ ആ സിനിമയോട് നമുക്ക് ആത്മാർത്ഥത വേണം ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ. അപ്പൊ അതാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ ഫഹദിന് അങ്ങനെയൊക്കെ പറയാം. ഓക്കെ. ഇപ്പം മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത്, നമ്മൾ സിനിമകളെ കുറിച്ച് ആളായിട്ട് കണക്റ്റഡ് തന്നെയായിട്ടാണ്, ബട്ട് അത് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നുകൊണ്ടും സിനിമേനെ പല രീതിയിൽ കാണുന്ന ഒരാളായിട്ട് ചോദിക്കണം. അപ്പൊ നമ്മൾ സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു, നമ്മൾ അങ്ങനെ ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ പറ്റി ഡിസ്കഷനിൽ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് സിനിമയാണ് നമുക്ക് രസമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ്. നമുക്ക് അല്ലെങ്കിൽ എന്നും നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ പറ്റിയിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഇത്ര കാര്യമില്ല. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റി സംസാരിക്കുന്നു, നമുക്ക് മോശം തോന്നിയ സിനിമകളെ പറ്റി പറയുന്നത് അതൊരു ഭയങ്കര രസമുള്ള ഒരു കോൺവെർസേഷൻ പോയിന്റ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ സിനിമയുടെ അകത്തുള്ള ആൾക്കാർ ആക്ച്വലി എങ്ങനെ, ഇപ്പോൾ വിനയ് ഫോർട്ടിന്റെ ഒക്കെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിങ്ങൾ സിനിമകളെ പറ്റിയിട്ടാണോ അധികം സംസാരിക്കുക, അത് ഓൾറെഡി നിങ്ങൾ സിനിമയുടെ അകത്തായതുകൊണ്ട് ബാക്കി കാര്യങ്ങളെ പറ്റിയിട്ടാണോ? എന്റെ ഭാര്യയോട് ചോദിച്ചാൽ പറയും, അതായത് ഒരു വഴിയായി പോകും. സിനിമയുമായി ബന്ധപ്പെട്ട് വേറൊരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും സംസാരിക്കില്ല, സിനിമയെ കുറിച്ച് മാത്രം. ആ സിനിമ ഇറങ്ങിയല്ല, ആ സിനിമ ഇങ്ങനെ, പിന്നെ ഞാൻ ഈ സിനിമ കണ്ടു, ആ സിനിമ നീ കണ്ടോ. ഈ കൂടെയുള്ള ആളുകളില്ലേ ഇവരുടെ വിധിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ ഭാര്യനെയും കുട്ടീനെ കൊണ്ടുപോകാറില്ല. അവരൊരു സെറ്റ് കണ്ടിട്ടില്ല, വരാറില്ല, ഇന്ന് വരെ ഒരു സെറ്റ് കണ്ടിട്ടില്ല. ആകെ ഒരു പൂച്ചക്കാണ് വന്നത്, ആട്ടം ഒരു സിനിമയുടെ അപ്പുറത്തേക്ക് വേറൊരു ഇമോഷണൽ വാല്യൂ ഉണ്ടല്ലോ. അല്ലാണ്ട് സൗമ്യ ഒരു സെറ്റിൽ വന്നിട്ടില്ല, എന്റെ മോനൊരു സെറ്റിൽ വന്നിട്ടില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 സിനിമാക്കാര്, ഞങ്ങൾ 2 സിനിമാക്കാരോട് യാത്ര ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പൊ ഞാനും ഫോർ എക്സാമ്പിൾ ഞാനും സഞ്ജീവ് കൂടെ യാത്ര ചെയ്തു. സഞ്ജുവിന്റെ ഭാര്യ കുട്ടി പുറകില്, സൗമ്യ എന്റെ ഭാര്യ കുട്ടി പുറകില്. ഞങ്ങൾ ഇരുന്ന് ഇവരെ ബോറടിപ്പിക്കും, സിനിമാ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞ്, ആക്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞ്. ഇത് തന്നെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. പിന്നെ അത് ഫഹദിന്റെ പേഴ്സണൽ ചോയ്സാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംസാരിക്കാം. നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കാം, സിനിമയെ കുറിച്ച് സംസാരിക്കാം, ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കാം, അതൊക്കെ ഒരാളുകളുടെ ചോയ്സാണ്. എനിക്ക് തോന്നുന്നു ഫഹദ് സംസാരിക്കണ്ട സിനിമയെ കുറിച്ച്, സംസാരിക്കണ്ട. ഫഹദ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സിനിമയെ കുറിച്ച് സംസാരിക്കണ്ട. ഞാൻ കണ്ടിട്ടില്ല, ഇപ്പൊ ഞങ്ങളുടെ ഒരുമിച്ചുള്ള സീൻസ് ഇപ്പം ഈ മലയാള സിനിമയുടെ ഇപ്പം മറ്റു ലാംഗ്വേജസിൽ കാണാൻ തുടങ്ങിയല്ലോ. ഇപ്പം ഈ നമ്മൾ ഡബ് ചെയ്തിട്ടുള്ള വേർഷനിൽ ഇപ്പം പ്രേമലുവിന്റെ ഒക്കെ ഡബ്ഡ് വേർഷനാണ് ബാക്കി ലാംഗ്വേജിൽ പോയത്, ഇപ്പൊ തെലുങ്കിലൊക്കെ ആണെങ്കിൽ. പക്ഷെ മഞ്ഞുമൽ ബോയ്സിന്റെ ഒക്കെ തമിഴ് ഇതൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പം അത് തുറന്നു തരുന്ന വലിയ, ഇപ്പം നമ്മൾ ആദ്യം ആഗ്രഹിച്ചിരുന്നത് ഇപ്പം നമുക്ക് മറ്റു ലാംഗ്വേജിൽ പോയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളതായിരിക്കും. ഇപ്പം ആ ഒരു ആഗ്രഹമൊക്കെ ആക്ടേഴ്സിനെ മാറുന്നുണ്ടോ? നമ്മുടെ മലയാളം സിനിമകൾ തന്നെ ബാക്കി ആൾക്കാർ കാണുന്നുണ്ട്. അപ്പം അതിനെങ്ങനെയാ കാണുന്നത്? അത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു സംഭവമായിട്ടാണോ അതോ ഗ്രാജുവൽ പ്രോസസ് ആയിരുന്നോ? ഭയങ്കര ബീങ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ എന്നുള്ള തരത്തില്
നമ്മൾ ഭയങ്കര സൂപ്പർ ഹാപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിനിമ, നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ പരിമിതി ഇത് കൂടുതലും അത്യന്തികമായിട്ട് ഇതിന്റെ മാർക്കറ്റ് കേരളം എന്ന് പറയുന്ന 3.5 കോടി ആളുകളുടെ ഇടയിൽ തന്നെയാണ്. ചെറിയ സ്ഥലത്താണ്. പിന്നെ കുറച്ച് പറയുന്ന മിഡിൽ ഈസ്റ്റ്. ഇവിടെ അവസാനിച്ചു. ഈ തമിഴൻ അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരുടെ സിനിമ ഇവിടെ ഇറങ്ങുന്നു. ഞാൻ അറിഞ്ഞത് കണക്ക് ശരിയാണെങ്കിൽ നമ്മുടെ ഒരു വർഷത്തെ 25% സിനിമയിൽ നിന്നുള്ള പ്രോഫിറ്റ് കൊണ്ടുപോകുന്നത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയാണ് കേട്ടത്. അല്ലെങ്കിൽ തെലുങ്ക് സിനിമകൾ കാണുന്ന ആളുകൾ, തെലുങ്ക് സിനിമ നമ്മുടെ തിയേറ്ററിൽ എന്തുകൊണ്ട് മലയാളം ഇല്ല എന്ന് പറയുന്നതിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതുകൊണ്ടിട്ട് തന്നെയായിരുന്നു നമ്മുടെ മലയാള സിനിമകളുടെ ബഡ്ജറ്റ് ചെറുത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല കോണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ ചെയ്യുന്നത് മലയാളികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യം. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സിനിമകൾ മറ്റുള്ളവർ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം വരും. അപ്പൊ ഈ വർഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ തെലുങ്ക് ഇൻഡസ്ട്രി പോയിട്ട് നമ്മുടെ ഒരു സിനിമ 1 ഹിറ്റ് ആവുന്നു, അവിടുന്ന് കോടികൾ നമ്മൾ കൊണ്ടുവരുന്നു. തമിഴ്നാട്ടിൽ നമ്മുടെ ഒരു സിനിമ റവല്യൂഷൻ ആവുന്നു, അവിടുന്ന് കോടികൾ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രി വലുതാകുകയാണ്, നമ്മുടെ സിനിമകൾ വലുതാകുകയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാൻവാസിൽ ഇഷ്ടപ്പെട്ട ബഡ്ജറ്റില് സിനിമകൾ ചെയ്യാം. ഇപ്പൊ അത് മാത്രമല്ല, സ്റ്റാർ പവറിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിൽ സൂപ്പർ സ്റ്റാർ ഇല്ല. മഞ്ഞുമൽ ബോയ്സ് ആണ് ഇപ്പൊ മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഇൻഡസ്ട്രി ഹിറ്റ്. അപ്പൊ ഇതൊക്കെ ശരിക്കും ഈ പറയുന്ന ഈ അത്യന്തികമായിട്ട് തിരക്കഥയും സംവിധായകനും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന ഒരു സിനിമയുടെ ഹീറോസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ ഇത്തരം ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നൊരു വർഷമാണ്. അല്ല, ഇപ്പൊ പ്രേമലു എടുത്തു നോക്കും, പ്രേമലു സൂപ്പർ സ്റ്റാർ ഇല്ല, യങ് ആക്ടേഴ്സ് ആണ്. അപ്പൊ ഈ പറയുന്ന പോലെ ഇതൊക്കെ മലയാള സിനിമയെ സംബന്ധിച്ച് അതാണ് പറയുന്നത് മലയാള സിനിമയുടെ ഗോൾഡൻ ഇയർ ആണ്. അപ്പൊ ആ ഗോൾഡൻ ഇയറിലാണ് നമ്മൾ പെരുമാനിയായിട്ട് വരുന്നത്. അപ്പൊ ഭയങ്കര ഹോപ്പ് ഉണ്ട് ശരിക്കും. കാര്യം ഞാൻ മജുവിനോട് പറഞ്ഞു, മജു ഈ പെരുമാനി റിലീസാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നല്ലൊരു ഐഡിയ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. കാര്യം ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് തുടങ്ങി എന്ന് പറയുന്ന ഒരു പരിപാടി. ഞാനിപ്പോ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പൊ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല, എല്ലാവരും സിനിമയിൽ അഭിനയിക്കുകയാണ്. അപ്പൊ ഞാനൊരു ഇൻഫ്ലുവൻസർ 2-3 പേരായിട്ട് സംസാരിച്ചപ്പോ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ യൂട്യൂബ് നമ്മളൊരു കോവിഡ് ഒരു പോസ്റ്റ് കോവിഡ് ആളുകൾ യൂട്യൂബ് കാണുന്നത് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പൊ ആളുകൾ മുഴുവൻ തിയേറ്ററിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു ആളുകൾ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ഇപ്പൊ 10-ാം തീയതി ഈ പടങ്ങൾ റിലീസ് ഉണ്ടല്ലോ, അപ്പൊ അത് കഴിഞ്ഞ് 16-ാം തീയതി ഈ പടങ്ങൾ റിലീസ് ഉണ്ട്. ലൈക്ക് ആ രീതിക്ക് കുറെ കൂടെ ചെക്ക് ചെയ്ത് നമുക്ക് പടങ്ങളൊക്കെ കാണാൻ പോകണം. ഇതൊക്കെ കാണണം എന്നുള്ളൊരു നമ്മള് എനിക്ക് തോന്നുന്നു കുറച്ചു നാൾ മുമ്പ് വരെ പടത്തിനെ പറ്റി നല്ല അഭിപ്രായം വരുന്നുണ്ടോ എന്നാ പോയി കാണാമെന്നായിരുന്നു. ഇതിപ്പോ ആളുകൾ തന്നെ ഈ പടം ഇറങ്ങുന്നുണ്ട് പോയി കണ്ടേക്കാം അങ്ങനെ വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ എണ്ണം ഇപ്പൊ നമ്മൾ കോൺവെർസേഷൻസിലൊക്കെ കൂടി വരുന്ന പോലെയുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷെ ആ ഒരു സംസ്കാരം ഉണ്ടാകുക, ആളുകളെ അപ്പീൽ ചെയ്യുന്ന, ആളുകളെ എന്റർടൈൻ ചെയ്യിക്കുന്ന സിനിമകൾ എൻഷുർ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ മോശം പടങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും ആളുകൾ ഡിറ്റാച്ച്ഡ് ആവും. ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന നല്ല സിനിമകൾ തന്നെയാണ് ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പൊ പെരുമാനി ആ ഒരു തുടർച്ചയിലേക്ക് എത്തുന്നത് തന്നെ ആണ് ഏറ്റവും വലിയ. ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അന്നൊരു കോൺവെർസേഷനിൽ ആട്ടത്തെ പറ്റി സംസാരിച്ചതുപോലെ ഇനി വരുന്ന പ്രോജക്റ്റുകളെ പറ്റി കൂടി സംസാരിക്കാൻ തുടങ്ങും. കാരണം അത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഇനി ഇപ്പൊ പെരുമാനി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനിരിക്കുന്ന സംശയം എന്ന് പറഞ്ഞിട്ട് സംശയം ഇപ്പൊ തമാശ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് തമാശ എന്താ റീസൺ എന്ന് പറഞ്ഞുകൂടാ. തമാശക്ക് ശേഷം ഇപ്പൊ മാലിക് വന്നു, ചുരുളി വന്നു, അല്ലെങ്കിൽ ഇപ്പൊ കനകം കാമിനി കലഹം വന്നു, ആട്ടം വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഫാമിലി വന്നു. ഒരുപാട് സിനിമകള് അല്ലെങ്കിൽ 10-25 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ തമാശ നമ്മുടെ ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോലെ അത്ര അടുത്ത് വേറൊരു സിനിമ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഏതാണ്ട് എനിക്ക് ആ ഒരു ഫീൽ ചെയ്യുന്ന സിനിമയാണ് സംശയം എന്ന് പറഞ്ഞിട്ട്. രാജേഷ് രവി എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ അടുത്ത തമാശയിൽ വർക്ക് ചെയ്ത രാജേഷ് ആർക്കറിയാന്റെ കോ-റൈറ്റർ ആയിരുന്നു. രാജേഷും സനു എന്ന് പറഞ്ഞിട്ടുള്ള 2 റൈറ്റേഴ്സും കൂടെ എഴുതിയാണ്. ഇവര് ഗംഭീര റൈറ്ററാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ 4 ഗംഭീര തിരക്കഥകളിൽ ഒന്നാണ് സംശയം. അപ്പൊ അതിൽ ലീഡറോട് ഞാനും ലിജോ മോളോട് ചെയ്തിരിക്കുന്നത്. ലിജോ മോളും ബേസിക്കലി എനിക്ക് ആസ് ആൻ ആക്ടർ ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരു ആക്ട്രസ് ആണ്. അപ്പൊ അത് ഭയങ്കര രസമുള്ളൊരു ആ പ്രോസസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതിൽ ഷറഫുദ്ദീൻ ഉണ്ട്, പ്രിയംവദയുണ്ട്, മറ്റേ കുഞ്ഞികൃഷ്ണ മാഷുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ സംശയമാണ് ഇനി പെരുമാനി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഹോപ്പുള്ള ഒരു സിനിമ.
ഓക്കെ, അപ്പൊ സംശയം ഇപ്പൊ പെരുമാനി ആദ്യം കാണാം, അതിനുശേഷം സംശയം കൂടെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കട്ടെ. അപ്പൊ വിനയ് ഫോർട്ടിന്റെ കരിയർ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് രസമായിട്ട് വരട്ടെ. ഈ ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനും ഒപ്പം ഒരു സെലിബ്രിറ്റി എന്താണ് വാട്ട് എവർ യു നീഡ് അതൊക്കെ കിട്ടും. അതായത് കുറച്ച് കൂടുതൽ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, അത് എളുപ്പമാണ് ശരിക്കും. ഈ പറയുന്ന പോലെ അത്യന്തിയോടെ നമുക്കൊരു വലിയ ബിസിനസ് എന്തൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാമല്ലോ. ഇപ്പൊ പറയുന്ന പോലെ മജുവിനെ പോലെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് പിടിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട് പലപ്പോഴും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പല സിനിമകളും നമ്മളെയാണ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് ചൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ട. പെരുമാനി വമ്പൻ ഹിറ്റ് ആവട്ടെ. ഓക്കെ, താങ്ക് യു.